ഹായ് ഫ്രണ്ട്സ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജഡത്വത്തെ പറ്റിയും മൊമെൻറ്റത്തെ പറ്റിയുമാണ്. എന്താണ് മൊമെൻറ്റം? ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് മൊമെൻറ്റം അഥവാ ആക്കം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 16 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഈ വസ്തുവിൻ്റെ മൊമെൻറ്റം കണക്കാക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കറിയാം മൊമെൻറ്റം P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസും വെലോസിറ്റിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? 200 കിലോഗ്രാം അല്ലേ. വെലോസിറ്റിയോ 16 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാം. മൊമെൻറ്റം P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വസ്തുവിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ വസ്തുവിൻ്റെ മാസ് എത്ര? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വസ്തുവിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റം തന്നിട്ടുണ്ട് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗവും തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. എങ്കിൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മൊമെൻറ്റം P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് മാസാണ്. P = mv എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് m കണ്ടെത്താം. m എന്ന് പറയുന്നത് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ പ്രവേഗം ആണെന്ന് കിട്ടും. മൊമെൻറ്റത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാസ് കണ്ടെത്താം. നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 10 കിലോഗ്രാം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 60 ഗ്രാം മാസുള്ള ഒരു വെടിയുണ്ട 200 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതിൻ്റെ മൊമെൻറ്റം കണക്കാക്കുക. ഈ വെടിയുണ്ടയുടെ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള മൊമെൻറ്റം എത്ര? കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റമാണ്. നമുക്കറിയാം മൊമെൻറ്റം P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസും അതുപോലെ തന്നെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് മാസ് തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഗ്രാമിലുള്ള ഭാരത്തെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശേഷം വെലോസിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കെന്ത് കിട്ടും? വെടിയുണ്ടയുടെ മൊമെൻറ്റം കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ 12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇനി ഈ വെടിയുണ്ടയുടെ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള മൊമെൻറ്റം എത്രയായിരിക്കും? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേഗം 0 ആയതിനാൽ മൊമെൻറ്റവും 0 ആയിരിക്കും. മൊമെൻറ്റം എന്ന് പറയുന്നത് ചലിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷ ഗുണമാണെന്ന് നമ്മൾക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ: 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റ് വ്യത്യാസം അഥവാ ആക്ക വ്യത്യാസം കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറച്ചതാണ്. എന്താണ് അന്ത്യ മൊമെൻറ്റം? മാസിനെ അന്ത്യപ്രവേഗം കൊണ്ട് ഗുണിക്കുന്നതാണ് അന്ത്യ മൊമെൻറ്റം. അതുപോലെ തന്നെ മാസിനെ ആദ്യ പ്രവേഗം കൊണ്ട് ഗുണിക്കുന്നതാണ് ആദ്യ മൊമെൻറ്റം. അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറച്ച് കിട്ടുന്നതാണ് മൊമെൻ്റ് വ്യത്യാസം. ഇവിടെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് 0 അതുകൊണ്ട് തന്നെ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആദ്യ പ്രവേഗം 0 കിട്ടും. അതുപോലെ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡായി മാറി എന്ന് പറയുന്നു.
അതായത് അന്ത്യപ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു അന്ത്യപ്രവേഗം. നമുക്ക് കിട്ടുന്ന ആൻസർ 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇനി മൊമെൻ്റ് വ്യത്യാസം കാണാൻ അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറച്ചാൽ മതി. ആദ്യ മൊമെൻറ്റം 0 ആയതിനാൽ മൊമെൻ്റ് വ്യത്യാസം നമുക്ക് എത്ര തന്നെ കിട്ടും? 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ കിട്ടും. മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.